ഞാൻ ഇതുവരെ ഒരു സെലിബ്രിറ്റി അടുത്തും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു തുടങ്ങുവാണ്. നീ ബുർജ് ഖലീഫയാണോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കാണുന്നവരൊക്കെ അമ്പരന്ന് പോകുന്നു. ഈ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പിക്കപ്പ് ലൈൻസ് ഒക്കെ പഠിച്ചു. അല്ലല്ല, ഞാൻ കുറച്ച് ചാറ്റ് ജിപിടിയുടെ സഹായം എടുത്തു. പക്ഷെ എന്നാലും ഒഫീഷ്യലി വെൽക്കം ടു ഞാൻ വിടമാട്ടെ ബൈ കീർത്തി. അത് പേര് കേട്ട ആദ്യം ഞെട്ടിയത് കൊണ്ട് രണ്ടാമത് ഞെട്ടുന്നില്ല. ഞാൻ വന്നപ്പോ വിടമാട്ടെ. ആദ്യം നമ്മളൊരു ത്രോ ബാക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഫിലിമിന്റെ സെറ്റ് അതെങ്ങനെ, ഹൗ ഡു ഡിസ്ക്രൈബ് യുവർ ഫസ്റ്റ് ഫിലിം സെറ്റ്? ഞാൻ ആദ്യം അഭിനയിച്ച പടത്തിൽ ഡയലോഗൊന്നും ഇല്ല, പക്ഷെ എനിക്കൊരു അത്ഭുതം 18ാം പടി. അതിൽ കുറെ ന്യൂ കമേഴ്സ് ഒക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്, ഒരു 150-150ഓളം ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു എന്റെ അത്ഭുതം. ഞാൻ ആ സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്യണം അവിടെ. എനിക്ക് പക്ഷെ ഡയലോഗും വലിയ പരിപാടികളൊന്നുമില്ല, പക്ഷെ ആ സിനിമ ഫുൾ ഷൂട്ട് ചെയ്യുന്ന മൊത്തം ഞാനിരുന്ന് കണ്ടിട്ടുണ്ട്. അത് സ്ഥിരമുള്ള പരിപാടി. രോമാഞ്ചം എനിക്ക് മൊത്തത്തിൽ 7 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു 10-30 ദിവസം ഉണ്ടായിരുന്നു ഫുള്ളും അതും ഷൂട്ട് ചെയ്യുന്ന കാണാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇങ്ങനെ ഇരുന്ന് കാണുന്ന സമയത്ത് ആക്ച്വലി പലരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വന്നിട്ടാണ് പിന്നെ ഡിറക്ഷനിലേക്ക് വരുന്നതും. ഇതൊക്കെ ശരിക്കും എപ്പോഴെങ്കിലും ഒക്കെ ഡിറക്ഷനിലേക്ക് സ്റ്റെപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അങ്ങനെയൊക്കെ വരുമോ? ഇത് ഡയറക്ഷനിലോട്ട് ഇപ്പം ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറി ഡയറക്ട് ചെയ്യണമെന്നൊന്നും അങ്ങനെയൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണോ ഡയറക്ട് ചെയ്യാം, നമ്മുടെ മനസ്സാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ ആക്ടിങ് അല്ലാതെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതായിരിക്കും? എഴുതണം ഒരു നല്ലൊരു സിനിമ. എല്ലാ ആർട്ടിസ്റ്റിനും ഉള്ള ഒരു സ്വപ്നമാണ്, സ്വന്തമായിട്ടൊരു പരിപാടി എഴുതണമെന്നുള്ളത്. പക്ഷെ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ എന്തെങ്കിലും കഥ സെറ്റ് എഴുതി വെച്ചിട്ടുണ്ടോ എളുപ്പമായിട്ട്? ഒരു പരിപാടി ഇങ്ങനെ നോക്കണുണ്ട്, നല്ലൊരു പരിപാടി സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഈ നമ്മൾ പറയും ഒരാളുടെ സക്സസ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഡെഫിനേഷൻ ആക്ടിങ്ങിലാണെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും അതിൽ പല കാര്യങ്ങൾ കാണും. ചിലപ്പോൾ അത് ഹാർഡ് വർക്ക് ആവും, കൺസിസ്റ്റൻസി, ലക്ക്. ഏതാണ് ഏറ്റവും കൂടുതൽ ജോമോന് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടർ ഏതായിരിക്കും? ഞാൻ വർക്ക് ചെയ്ത ടീമുകളൊക്കെ അത്യാവശ്യം ഞാനത് അവരെ പിറകെ നടന്ന് അവരെ ശല്യപ്പെടുത്തി സിനിമയിലോട്ട് വന്നതല്ല, എന്നെ വിളിച്ചതാണ് എല്ലാവരും. അപ്പം ബിപിൻ ചേട്ടനായിരുന്നാലും എന്നെ വിളിച്ചിട്ടുണ്ട്. ജിത്തു മാധവൻ പുള്ളിയുടെ സിനിമയിലോട്ട് വിളിച്ച അത് എനിക്ക് എൻ്റെ ലക്കായിട്ട് ഞാൻ കാണുന്നത്. കൂടുതലും എനിക്ക് ലക്കുള്ളത് കൊണ്ടായിരിക്കും ഇത്രയും നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഈ വിപിൻ ദാസ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗുരുവായൂർ അമ്പലം നടയിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ അടുത്ത ഫിലിം വരുമ്പോഴും അദ്ദേഹത്തിനോട് കുറേ ഫിലിംസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ്, വാട്ട് ഈസ് വിപിൻ ദാസ് ഫോർ യു ആസ് എ ഡയറക്ടർ, ആസ് എ ഫ്രണ്ട്? എങ്ങനെയാണ് ആളെ കാണുന്ന ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടോ? എങ്ങനെയാണ്? എനിക്ക് എൻ്റെ ഒരു ചേട്ടനെ പോലെ, എൻ്റെ ഒരു മൂത്ത ചേട്ടനെ പോലെ എനിക്ക് എപ്പോഴും അടുത്തിരുന്ന് സംസാരിക്കാം, തോളി കേട്ട് സംസാരിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. എനിക്ക് ചേട്ടൻ തന്നിട്ടുള്ള ക്യാരക്ടറെല്ലാം ഭയങ്കര വർക്കുമാണ്. പുറത്ത് ഇപ്പം ഗുരുവായൂർ അമ്പലനടയിലായിരുന്നാലും വാഴയിലായിരുന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെയാണ് എനിക്ക് ചേട്ടൻ തന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ്. എൻ്റെ ഒരു സുഹൃത്തൊന്നുമല്ല, എനിക്കെല്ലാം പുള്ളി കൂൾ ഹെഡ്. ഇങ്ങനെ നമ്മൾ ക്യാമറയുടെ പിന്നിൽ കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര കൂൾ ഹെഡ് ആയിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെയാണ് ഇൻ റിയൽ ഡയറക്ഷൻ വരുന്ന സമയത്ത്? നമ്മളെല്ലാവരും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര നല്ല കൗണ്ടറൊക്കെ പറയാറുണ്ട്, കോമഡി പറഞ്ഞ് ചിരിക്കാറുണ്ട്, ഭയങ്കര രസമാണ് ചേട്ടൻ. പിന്നെ പുള്ളിയുടെ അടുത്ത പടം വ്യസന സമയത്തില് പുള്ളി ഡയറക്ട് ചെയ്യുന്ന ഫിലിമാണ്, പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമേതം ബന്ധുമിത്രാദികൾ. ജൂണൊക്കെ ആകുമ്പോൾ ഇറങ്ങുമെന്ന് തോന്നുന്നു. അനശ്വരയൊക്കെ ആയിട്ട്. എങ്ങനെയുണ്ട് അതിനകത്ത് ക്യാരക്ടർ? ഇങ്ങനെ അതിനകത്ത് വരുന്ന ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടർ, കോമഡി ഷെയ്ഡുള്ള കോമഡി പരിപാടിയാണ്. ഇതുവരെ എനിക്ക് ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയാണ്. ഈ കോമഡി കഥാപാത്രങ്ങൾ ഇപ്പം അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണ്. അതിനപ്പുറം എന്തെങ്കിലും ഒരു ക്യാരക്ടർ, ഏതെങ്കിലും ടൈപ്പ് ഓഫ് ജോണർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ്? കുറച്ച് സീരിയസ് പരിപാടികൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ ആഗ്രഹം. കാരണം ഈ കോമഡി മാത്രം ചെയ്ത് ഇപ്പം വരുന്ന വിളികളെല്ലാം കോമഡി പരിപാടിയാണ്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊരു ഡെപ്തുള്ള ഒരു ക്യാരക്ടർ, സീരിയസ് പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. വരുന്നുണ്ട്, കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മലയാളം സിനിമയിൽ ഈ ഇപ്പോൾ കോട്ടയം നസീറൊക്കെ ആണെങ്കിലും ഒക്കെ തന്നെ ആദ്യം കോമഡി ചെയ്തുകൊണ്ടിരുന്ന ജഗദീഷ് ചേട്ടന് എല്ലാവരെയും ഒരു ഫേസ് എത്തിയപ്പോൾ ഇപ്പം അത് ഒരു ട്രാൻസിഷൻ ഡയറക്ടേഴ്സ് അത് കണ്ട് അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ, അത് കോട്ടയം നസീർക്ക്, അതുപോലെ തന്നെ നമ്മൾ നോബിച്ചേട്ടൻ, അസീസൊക്കെ വേറെ പരിപാടിയാണ്. കോമഡി ചെയ്യുന്നില്ല പുള്ളി, കോമഡി ചെയ്യുന്നുണ്ട്, പക്ഷേ പുള്ളി സീരിയസ് ആയിട്ട് വരുമ്പോഴത്തേക്കും വേറെ പരിപാടിയല്ലേ. കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് സീരിയസ് പരിപാടി ചെയ്യാനൊക്കെ ഉള്ള ടാലന്റ് ഉണ്ടാവും. അത് ആരെങ്കിലും ഒക്കെ കൊടുത്താലേ അവർക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ആക്ച്വലി ജോമോനെ കണ്ടപ്പോഴും ഞാനും സർപ്രൈസ്ഡ് ആയി. കാരണം എൻ്റെ മനസ്സിലെപ്പോഴും നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ കോമഡി പറയുന്നവർ എപ്പോഴും കോമഡി അടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അങ്ങനെയായിരിക്കും. പക്ഷേ ശരിക്കും നമ്മുടെ എങ്ങനെയാണ്
സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഹൗ ഡു ഡിസ്ക്രൈബ് ലൈക്ക് എങ്ങനെയാണ് ബേസിക്കലി ഒരു ക്യാരക്ടർ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സൈലന്റ്, ഇൻട്രോവേർട്ട് അങ്ങനെയാണോ? അതോ ക്യാമറ ഓൺ ആക്കുമ്പോൾ നമ്മൾ ലാലേട്ടൻ പറയില്ല ഒരു ബാധ കയറിയാലേ അഭിനയിക്കുക അങ്ങനെയാണോ? സിനിമയിൽ എന്തായാലും ക്യാമറ ഓൺ ആക്കി അഭിനയിച്ചേ പറ്റും. അവിടെ അഭിനയിച്ചില്ലാത്ത പിന്നെ നമുക്ക് പിന്നെ വിളിക്കില്ല, പൈസ ഇല്ല, നമ്മൾ വേറെ അടുത്ത പരിപാടിക്ക് വിളിക്കണ്ടേ. അപ്പൊ അങ്ങനെ ഒരു അധിനിവേശം ഉണ്ടല്ല. എനിക്ക് നോർമൽ ഇന്റർവ്യൂലൊക്കെ എനിക്ക് നമ്മളിപ്പം ആദ്യമായിട്ടല്ലേ കാണുന്നത്, അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കയറി ഇടിച്ചു കയറി സംസാരിക്കാനും അതൊന്നും അറിയില്ല. എനിക്ക് കുറച്ച് സമയം എടുക്കില്ല. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, എന്നെ കൊണ്ട് ശല്യമായിരിക്കും. ഞാൻ ഇന്നലെ ലൈക്ക് നമ്മൾ ആർട്ടിസ്റ്റിനോട് സംസാരിക്കും, നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം, നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ഗാർഡ് കാണും, പക്ഷെ നമ്മൾ അതുപോലെ ആയിരിക്കില്ല നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരുടെ അടുത്ത് നമ്മൾ വേറൊരു നമ്മൾ ഈ മുഖമായിരിക്കില്ല, നമ്മൾ വേറൊരു മുഖമായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫ്രണ്ട്സിനോട് ജോമോനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ബേസിക്കലി? ഫ്രണ്ട്സ് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കര അലമ്പായിരിക്കും, ഭയങ്കര കോമഡി ആയിരിക്കും, അതൊക്കെ ആയിരിക്കും പറയുന്നത്, നല്ലതാണെന്ന് പറയില്ല. നാണക്കാരനാണെന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെ ഒരു മുഖം എനിക്കുണ്ടെന്നൊക്കെ. പക്ഷെ അത് ആക്ടിങ് വരുമ്പോൾ അങ്ങനെ ഞാൻ ഇപ്പം മുന്നേ ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്തൊക്കെ ജോമോൻ്റെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റേജ് ഫിയർ ഉണ്ട്, അല്ലെങ്കിൽ പലരും ഇതൊക്കെ പറഞ്ഞെങ്കിലും ഈ ക്യാമറ ഓൺ ആകുമ്പം അതൊന്നും യു ട്രാൻസ്ഫോം ഇൻ ടു ഡിഫറെൻറ്റ് ഇത് അങ്ങനെയാണോ? സ്റ്റേജ് ഫിയർ ഉണ്ട് എനിക്ക്. എനിക്ക് സ്റ്റേജിൽ കയറി ഓപ്പോസിറ്റ് ആൾക്കാർ ഇത്രയും പേര് നിൽക്കുമ്പോൾ അവരെ മുന്നിൽ കയറി പെർഫോം ചെയ്യാൻ എനിക്ക് ഇപ്പോഴും പേടിയുണ്ട്. സിനിമ അങ്ങനെയല്ല. പക്ഷെ ഈ അഭിനയിക്കുമ്പോൾ ഈ നാട്ടുകാരൊക്കെ കാണാൻ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്ടർ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവരവരുടെ ജോലിയുണ്ട്, ബാക്കിയുള്ളവർ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യണതിന് എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷെ സ്റ്റേജിൽ നമുക്കൊരു തൻ്റെ ഇടം വേണം, അവിടെ പോയി നിന്ന് പെർഫോം ചെയ്യാനൊരു ധൈര്യം വേണം. ആ ധൈര്യം എനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങോട്ട് വരുമായിരിക്കും, എനിക്കറിയില്ല. ഈ ക്യാമറ ഫേസ് ചെയ്ത് തുടങ്ങുന്നത് ഇപ്പം കോവിഡ് സമയത്തൊക്കെ ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ 11K അങ്ങനത്തെ ചാനൽസ് ത്രൂ ഇത് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അപ്പോഴൊക്കെയാണോ ആക്ച്വലി ഈ കോമഡി, ഞാൻ അതും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ കോമഡി നമ്മൾ പറയുമ്പോൾ നമ്മൾ വർക്ക് ആവുന്നുണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലായിരിക്കും ഞാൻ ആ ചളി എറിയുന്നത്, ബിക്കോസ് ഇന്നയാൾ ചിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ജോമോൻ ആക്ച്വലി എവിടുന്ന് ആ കോൺഫിഡൻസ് വന്നത്? ഈ സാധനം എനിക്ക് കോമഡി എനിക്ക് ക്ലിക്കാവും, അത് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയതാണോ, ഫ്രണ്ട്സിൻ്റെ അടുത്താണോ, എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് വന്ന് പിന്നെ കോളേജിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു സ്കിറ്റ് പരിപാടികളൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പം സ്റ്റേജിൽ ചിരിയൊക്കെ വരാറുണ്ട്. അന്ന് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോവിഡ് സമയത്ത് വീട്ടിലിരുന്നപ്പോൾ ഒന്നും ചെയ്യാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് കണ്ടന്റ് റീലുകൾ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ആദ്യം റീച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതുക്കെ ഫോളോവർ കൂടാൻ തുടങ്ങി, ആൾക്കാർ പേഴ്സണലി മെസ്സേജ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതിൽ നിന്നൊക്കെ തന്നെയാണ് കയറി വന്നത്. അതിൽ നിന്നൊക്കെ ആ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ചെയ്യുന്ന പരിപാടികൾ കൊള്ളാം എന്ന് പറയുമ്പോഴും ചിരി വരുന്നുണ്ടെന്ന് പറയുമ്പോഴും എനിക്ക് ഹാപ്പിയാണ്. അങ്ങനെ കയറി വന്നത്. പക്ഷേ അൾട്ടിമേറ്റ് എയിം എപ്പോഴും ആക്ടിങ് തന്നെയായിരുന്നു, അത് വിചാരിച്ച് തന്നെയായിരുന്നു. പക്ഷേ വാട്ട് മേഡ് യു സ്റ്റേ എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങി, ഇപ്പം ഞാൻ എക്സാമ്പിൾ ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോം സ്വന്തമായിട്ട് ചെയ്യുക, പല ദിവസങ്ങളിൽ ഇരുന്നിട്ട് ആലോചിച്ചു ഈ സാധനം വർക്കാവോ, എന്താണ് കയറാത്ത എന്താ. സോ നമുക്ക് ഈ ഒരു കൺസേൺ കാണും. അതുമാത്രമല്ല നമ്മളൊരു ഫേസ് ഓഫ് ലൈഫിൽ നമ്മൾ നമ്മുടെ ഫാമിലീനെ നോക്കേണ്ട ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ മൈൻഡ് സെറ്റ്? ഓക്കെ, ഹാഫ് ആയിരുന്നു അതോ യു ആർ കൺസിസ്റ്റന്റ്? ഞാൻ ഇടയ്ക്ക് പിന്നെ സിനിമയിൽ കയറാൻ വഴിയില്ല, എനിക്ക് ദുബായിലോട്ട് കയറി വരാം എന്നുള്ള പരിപാടിയിലൊക്കെ നിൽക്കിയിരുന്നു. അപ്പോഴാണ് മറ്റേ ജലസിംഹ ചെയ്ത സമയത്ത് തന്നെ വേറെ വീട്ടുകാരെൻ്റെ അടുത്ത് പറയൂല, നീ പോയി ഇത് വിട്ടിട്ട് നീ നിന്റെ കാര്യം നോക്കി പോകുന്ന വീട്ടുകാരെൻ്റെ മുഖത്ത് നോക്കി പറയില്ല. പക്ഷേ എനിക്കതറിയാം, അവർക്ക് ഞാൻ പോയി രക്ഷപ്പെടണം, പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഇതുപോലെ ജൂഡാനി സാറിനെ വിളിച്ചിട്ട് ഒരു പടത്തിൽ പുള്ളിയുടെ സാറാസിലൊരു പരിപാടി തന്നത്. അപ്പോഴാണ് ഞാൻ കുറച്ച് നേരം കൂടി നിന്ന് നോക്കാം, പാളിപ്പോയാലും. സാറാസ് പൂർണ്ണമായിട്ട് ഞാൻ വിട്ടില്ല, പക്ഷെ എനിക്ക് പുറത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് വീട്ടുകാരെ നോക്കാം എന്നുള്ള പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പോകാൻ പറ്റിയില്ല. പോയിരുന്നെങ്കിൽ അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെയൊന്നും വന്നിരിക്കാൻ പറ്റില്ലേ. ഞാൻ അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചത്, ഈ വാഴ മൊമെന്റ് എന്ന് പറയുമല്ലോ, വാഴ ഇസ് എ സ്റ്റോറി ഓഫ് ബില്യൺ ബോയ്സ് എന്ന് പറയുന്ന പോലെ ജോമോന്റെ ലൈഫിൽ ഒരു വാഴ മൊമെന്റ് ഉണ്ടായിരിക്കും. അപ്പം ഈ മൂസ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് എല്ലാവരും പറയുന്നുണ്ട് ഗൾഫിലേക്ക് അച്ഛൻ പോട്ടെ, അപ്പം അങ്ങനെ ശരിക്കും ഗൾഫിൽ പോകാൻ വേണ്ടി ഇരുന്ന ആളാണ്. അങ്ങനെ ആ കഥാപാത്രം ചെയ്ത സമയത്ത് ആ തോട്ട് അങ്ങനെ പോയിരുന്നു. വാഴയിൽ ഒരുപാട് സീൻസ് ഒക്കെ എനിക്ക് എന്റെ ലൈഫുമായിട്ടൊക്കെ ബന്ധമായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ പ്രത്യേകിച്ച് സിജുവിന്റെ സീനൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പം ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും റീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവൻ ഇങ്ങനെ കിടന്ന് ഇത്
ഷൂട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വല്ല പുറത്തോട്ട് അങ്ങനെ അവനെ കയറ്റി വിട്, ജോലിക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ള ജോലി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു വിടുന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്കത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞാൻ വിട്ടിട്ടില്ല. കുറേ ആൾക്കാർ, പക്ഷെ ഇപ്പം ആ ആൾക്കാരെ വിളിച്ചിട്ട് ഇവിടെ പരിപാടി കണ്ട് കൊള്ളാം, നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് സന്തോഷമുള്ള കേസൊന്നുമല്ല അവരെ വായുന്നത് കേൾക്കുമ്പോൾ. ഒരു സമയത്ത് നമ്മളെ നെഗറ്റീവ് അടിച്ച ആൾക്കാർ പിന്നീട് അത് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം കാണുന്നതും ഇഷ്ടമല്ല. ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ബേസ്ഡ് ഓൺ ലക്ക് ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ലൈക്ക് അൺപ്രഡിക്റ്റബിലിറ്റി അഫക്റ്റ് ചെയ്യാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? ഇപ്പം ലൈക്കണോ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ, അങ്ങനെ ഒരു ടെൻഷൻ എപ്പോഴെങ്കിലും വരാറുണ്ടോ? അങ്ങനെ ഇത് ഞാൻ ചിന്തിച്ച പോലെ അല്ല കാര്യങ്ങൾ പോണത്. എനിക്ക് ഇപ്പം പെട്ടെന്ന് കുറച്ചുകൂടെ വേഗത്തിലായിരുന്നു പരിപാടികൾ. ഗുരുവായൂരമ്പലം നട കഴിഞ്ഞപ്പോഴും വാഴ കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് നിൽക്കുന്ന ആ ഒരു പരിപാടിയിൽ നിന്ന് കുറച്ചുകൂടെ മേളിലോട്ട് പോയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ആവും എന്ന് ഞാൻ ഒരിക്കലും സ്വപ്നമായിരുന്നു, പക്ഷെ ആയതിൽ ഹാപ്പിയാണ്. ഇപ്പം ആ മൊമെന്റ് എൻജോയ് ചെയ്യാണ്. ഈ പിക്കപ്പ് ലൈൻസ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു പറഞ്ഞ പിക്കപ്പ് ലൈൻസ് ശരിക്കും ഈ പിക്കപ്പ് ലൈൻസ് എനിക്കറിയാം ഗുരുവായൂർ അമ്പലനടയിൽ കുറേ ഉണ്ടല്ലോ. മറ്റേ അമ്പലനടയിലാണ് ജംസ് ഇരിക്കുന്നത്. നീ എൻ്റെ കൂടെ വായോ, പോയോ. ഞാൻ ഇന്നലെ ഇതൊക്കെ വായിച്ച് അവിടെ സ്വന്തമായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും ചോദിക്കുന്നതാണ് എന്താ സംഭവം. ഈ പിക്കപ്പ് ലൈൻസ് ആക്ച്വലി മുന്നേ ജോ ക്രിയേറ്റ് ചെയ്തിരുന്നോ? അല്ല, ഫിലിമിൽ അവർ ചെയ്തു, പക്ഷെ അതിന് മുന്നേ ലൈക്ക് ഡിഡ് യു ക്രിയേറ്റ് ഇനി പിക്കപ്പ് ലൈൻസ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാനങ്ങനെ പിക്കപ്പ് ലൈൻ പറയാത്ത ആളാണ്. അത് വിപിൻ ചേട്ടനും നമ്മുടെ പുള്ളി റൈറ്റർ അല്ലേ ഗുരുവായൂരമ്പലനടയിലെ, ചേട്ടനും കൂടെ എഴുതിയതാ. എനിക്കതിൽ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, ഞാനത് കാണാതെ പഠിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതാണ് ഏറ്റവും ലൈക്ക് ഭയങ്കര കഥകറി. അമ്മച്ചിയുടെ പിന്നിലല്ല മുന്നിലോടാനാണ് അത് അങ്ങനെ കുറെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പം സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കൺട്രോൾ ചെയ്യാൻ. പിന്നെ ചിലപ്പോൾ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഡയലോഗ്സ് അല്ല ഇൻ്റർവ്യൂവിന് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു സെറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിരിച്ച് അലമ്പാക്കിയ സെറ്റ് ഉണ്ടായിട്ടുണ്ട്? കാരണം നോക്കിയ രോമാഞ്ചമുണ്ട്, അതിലെല്ലാവരും അലമ്പാണ്. വാഴയുണ്ട്, അതും അലമ്പാണ്. ഗുരുവായൂരമ്പലനടയിൽ നോക്കിയാൽ അങ്ങനെ അലമ്പ് അല്ലെങ്കിൽ പോലും അലമ്പാനുള്ള സീൻസാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചിരിച്ച് ചളവാക്കിയ ലൈക്ക് നിർത്താൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചിരി വന്നത് നമ്മളെ ഗുരുവായൂരമ്പലനടയിൽ പക്ഷിശാസ്ത്രമല്ല, നമ്മുടെ കൃഷ്ണനെ എടുത്തോണ്ട് പോലും നന്ദനത്ത്. അത് ചേട്ടാ സീൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ചിരി വന്നു പോയി. കാരണം അത് ഞാൻ കുറച്ചു നേരം എനിക്ക് നന്ദനം പടം ഭയങ്കര ഇഷ്ടമാണ്. അതില് മലയാളികളുടെ കൃഷ്ണനല്ലേ അത് പുള്ളി. അത് പുള്ളി ഞാനിങ്ങനെ വന്നിട്ട് പുള്ളിയെ എടുത്തോണ്ട് പോണതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു. ചിരി നിർത്താൻ പറ്റില്ല. അല്ല, അത് അതിനകത്ത് ആ സമയത്ത് പറയുന്ന മറ്റേ ജംസ് മിഠായിയുടെ കാര്യം പറയാം. വിനു അല്ലേ? അതെ, എനിക്ക് മനസ്സിൽ കൃഷ്ണനായിട്ട് നിൽക്കുക. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ക്യാരക്ടർ ഭയങ്കര രസമായി. ഞാനൊരു ഹ്യൂജ് പൃഥ്വിരാജ് ഫാനും കൂടി. അതാ പറഞ്ഞു, 4 മണിക്ക് എണീറ്റ് എമ്പുരാൻ കാണാൻ പോയ ആളാണ് ഞാൻ. അപ്പം എനിക്ക് ആ ഫിലിം ഞാൻ തറലി നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ പക്ഷിശാസ്ത്രമായിട്ട് വരുന്ന ആ സീനും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരും ചിരിക്കുന്നില്ല. ഇത് എല്ലാവർക്കും സീൻ വർക്കാവും. വിപിൻ ചേട്ടൻ ഉൾപ്പെടെ ഇങ്ങനെ ഒരു 2 മൈൻഡിലാണ് ഇരുന്നത്. പെട്ടെന്ന് ഒരു സെറ്റ് ചെയ്ത സീനായിരുന്നത്. അത് ഷൂട്ട് ചെയ്ത സമയം ഭയങ്കര ഷോക്കായിരുന്നു. ആരും വലിയ ചിരിയും പരിപാടികളൊന്നും ഇല്ലായിരുന്നു. തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് നേരെ ഉൾട്ടയായി. അല്ല, അതാണ് അതിന്റെ ഏറ്റവും ഇങ്ങനെ പടക്കത്തിന് തിരി കൊടുക്കുന്ന പോലെ തുടങ്ങി അവിടുന്ന് തുടങ്ങുന്ന. എനിക്കാണെങ്കിൽ രാജുവേട്ടൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഉള്ള ടെൻഷൻ. ജഗദീഷ് ചേട്ടൻ നോക്കി നിൽക്കുന്നു, എല്ലാവരും നിൽക്കുന്നു. രാജുവേട്ടനാണെങ്കിൽ വരുന്നു, പക്ഷെ പുള്ളി എന്നെ കൂളാക്കി നിർത്തി കേട്ടോ. കുഴപ്പമില്ല, നീ എത്ര തെറ്റിച്ചാലും കുഴപ്പമില്ല, കൂളാക്കി നിർത്തി. സാധാരണ പുള്ളി അങ്ങനെ പറയുമോ ഇല്ലെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. ചിലപ്പോൾ എനിക്ക് ദേഷ്യപ്പെടും, എൻ്റെ അടുത്ത് ചിലപ്പോൾ തെറ്റിക്കുമ്പോൾ ദേഷ്യപ്പെടും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ പുള്ളി കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്ന്. സാഫ് ബോയായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ആള് ഭയങ്കര കട്ട ഡയറ്റ് ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് പോയി ഡയറ്റ് ചെയ്ത് 8 കിലോ കുറച്ചു. പിന്നെ ഞാൻ വീണ്ടും ജോയുടെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ജോമോനെ കേട്ടിട്ടുന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട്, അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മന്തി തന്ന് എന്റെ വെയിറ്റ് കൂടി. അപ്പൊ ഞാൻ ഇവർ തമ്മിലൊരു കണക്ഷൻ ഇല്ലല്ലോ, ഒരാളവിടെ ഡയറ്റ് ഒരാളിത്. എങ്ങനെയായിരുന്നോ ആ വെയിറ്റ് കുറയ്ക്കലും കൂട്ടലും വാഴയ്ക്ക് വേണ്ടിയായിരുന്നു? വാഴയിൽ നിങ്ങൾ സ്കൂൾ ബോയ്സ്? വാഴയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നല്ല ഫുഡ് കഴിക്കും. എനിക്കൊരു 5 നേരമൊക്കെ ഞാൻ അല്ലാത്ത നോർമലി ഉള്ള ഫുഡ് കഴിക്കും. ഈ വാഴയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ
2 മുട്ട, ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് വൈറ്റ് റൈസും പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. വൈകുന്നേരം ചായയൊക്കെ കട്ട് ചെയ്ത് ഷുഗർ കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് നൈറ്റ് ഇതുപോലെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എണീച്ചാൽ എനിക്ക് നല്ല ഫുഡ് വേണം. എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ഫുഡ് കഴിച്ചതിന് പിന്നെ ഉറങ്ങാൻ പറ്റും. ഞാനൊരു 10 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു 12 മണിയാകുമ്പോൾ എന്നെ വിളിച്ചുകൊടുത്തിട്ട് ബാ മന്തി കഴിക്കാൻ പോവാം, അത് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് സാഫ്. അങ്ങനെയല്ല, എനിക്ക് എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞു, നീ അധികം കനം കുറയ്ക്കൊന്നും വേണ്ട, നിന്റെ ക്യാരക്ടർ തടിയുള്ളതാണ്, അപ്പൊ അധികം നീ കനം കുറയ്ക്കണ്ടെന്ന് പറഞ്ഞതാ. അപ്പൊ ഞാനത് കേട്ട് എന്നാൽ ഇവർക്കൊപ്പം ഞാൻ നിൽക്കണമല്ലോ, ഡയറ്റ് എടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുക. സാഫ് ഒരു 12 മണിയാകുമ്പോൾ വിളിച്ചോണ്ട് പോകും, ഞാൻ പിന്നെ പോയി കഴിച്ചിട്ട് വരും. പക്ഷെ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആക്ച്വലി എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ കണ്ടിന്യൂസ്ലി ഉറങ്ങുവാണെങ്കിൽ പ്രശ്നമില്ല. രാത്രി വല്ല എന്തെങ്കിലും ആവശ്യത്തിന് ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്നാക്ക് എടുത്തിട്ട് ഞാൻ കണ്ണടച്ച് വരെ ചിലപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ഇനി വല്ല ഡയബറ്റീസും പിടിച്ചാണോ അങ്ങനെയൊക്കെ. എനിക്ക് കൂടുതലാണ് അത്, ഞാൻ പോയി ഇട്ട് കഴിക്കും. വീട്ടിലാണെങ്കിൽ 12 മണിക്കൊക്കെ എണീക്കണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ കയറി കഴിക്കും ഞാൻ. സഫ് ബോർഡ് കാര്യം പറഞ്ഞു, വിപിൻ ചേട്ടനായിരുന്നു. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഇത് ചോദിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് സിജു ഹാഷിറും ഇവർ തമ്മിലുള്ള, ഹാഷിറുമായിട്ട് മുന്നേയും ഈ ഫിലിമിൽ വരുന്നതിന് മുന്നേ ഹാഷിർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നീ ഉറപ്പായിട്ടും റീച്ച് ആവൂടാ. അന്ന് അവൻ അത്ര 3000 എത്ര ഫോളോവറെ കണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ അവൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് എന്നെയും കൂടെ പറഞ്ഞു, ഞാൻ വിടമാട്ടേയും കൂടെ ഒന്ന് ഞാൻ കമന്റ് ഇടാം. നീ സൂപ്പറാടാ നീ. അന്ന് പക്ഷേ ഹാഷിന് ഒരു 3000 ഫോളോവർ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവന്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതവൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ പക്ഷെ നേരിട്ടൊക്കെ കാണുന്നത് എല്ലാവരും സിജുവിനും അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു വീഡിയോസ്. നമ്മളെല്ലാരും ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്, തമ്മിലെന്നും മെസ്സേജ് ഒക്കെ അയക്കുന്നതാണ്. സിജുവിനെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കൊള്ളാം. ശ്രീകാന്ത് വെട്ടിയാരെ കൂടെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ അവര്. നമ്മൾ തമ്മിൽ നേരെ കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ്, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഫിലിംസിൽ ഇപ്പോൾ ഒരുമിച്ച് ഒരു ഈ ഒരു ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു കംഫർട്ട് ലെവൽ ഒന്നുകൂടെ കൂടുതലായിരിക്കും അല്ലേ? സിജു ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, സാഫ് ഉണ്ടെന്ന് പറയുമ്പോൾ ഹാപ്പിയാണ്. എനിക്കൊന്ന് വിപിൻ ചേട്ടനും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. അറിയാവുന്ന ആൾക്കാരാകുമ്പം പറഞ്ഞു കൊടുക്കാനും, ഞാനിപ്പോൾ പല ഡയറക്ടേഴ്സും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്, ലൈക്ക് അറിയാവുന്ന ഒരു സർക്കിൾ ഓഫ് ആൾക്കാരാകുമ്പോൾ അവർക്കൊന്നുകൂടെ ഗൈഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. എനിക്ക് ഈ ലാലേട്ടൻ്റെ കുറേ സ്പൂഫ് വീഡിയോസ് ചെയ്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കിങ്ങനെ ഫീൽ ചെയ്യും ലൈക്ക് യു ആർ എ പക്ക ലാലേട്ടൻ ഫാൻ. ചെറിയ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു ലാലേട്ടൻ. ഇഷ്ടമല്ലാത്ത ആരുണ്ട്? എല്ലാവർക്കും ഇഷ്ടമല്ലേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലാലേട്ടൻ്റെ വേഷമൊക്കെ കെട്ടി മറ്റേ ഡാൻസ് മറ്റേ ഫിഗർ ഷോ ഒക്കെ ഉണ്ടല്ലോ സ്കൂളില്. പക്ഷെ അത് അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. മിമിക്രിയോ ലാലേട്ടന്റെ വോയിസ് ഒക്കെ? മിമിക്രി ചെയ്യാറില്ല. ബസൂക്കയിൽ വരുമ്പോൾ മമ്മൂക്കയുടെ ഒപ്പം. ലാലേട്ടന്റെ കൂടെ മാത്രം അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. മമ്മൂക്കയുടെ ഒപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ബസൂക്ക എങ്ങനെയായിരുന്നു? മമ്മൂക്ക അടിപൊളിയാണ് കേട്ടോ. മമ്മൂക്കൊക്കെ നമ്മളെ അറിയാം, ഇപ്പൊ ഏത് ആർട്ടിസ്റ്റിനായിരുന്നു മമ്മൂക്കൊക്കെ അറിയാം. എന്റെ പേര് അറിഞ്ഞോളിരുന്നു, പക്ഷെ മമ്മൂക്ക എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അടുത്തല്ലേ ഇരുന്ന് നീ അല്ലേ മറ്റേ രോമാഞ്ചത്തിൽ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയിരുന്നു. അറിയാമോ അത് എന്തൊക്കെ രസമുണ്ട് പുള്ളി. ഞാനും മമ്മൂക്കനെ കുറിച്ച് ഇതേപോലെ ആക്ച്വലി എനിക്കൊരു ബുക്ക് എഴുതാൻ മാത്രം ഉണ്ട്. കാരണം ഞാൻ ആരോട് മമ്മൂക്കയുടെ കാര്യം ചോദിച്ചാലും അവർ ഇങ്ങനെ പറയാറുണ്ട്. ബിക്കോസ് എനിക്ക് പുള്ളി ടെക്നോളജി വൈസ് എല്ലാം ഒബ്സർവ് ചെയ്യും. ഫിലിംസ് എല്ലാം ആരേത് റോള് ചെയ്താലും അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഫുൾ കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അവർ സർപ്രൈസ് ആയിട്ടുണ്ട്. ബിക്കോസ് പുള്ളി റെക്കഗ്നൈസ് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ബ്രേക്ക് വിളിക്കില്ല, ആ സമയത്ത് പുള്ളി VR ഗെയിമർ ആണെന്ന് തോന്നുന്നു. പുള്ളി എപ്പോഴും ഗെയിം പരിപാടിയൊക്കെ ഉണ്ട്. ബസൂക്കയിലൊപ്പം വരുന്നോണ്ട് പ്രാക്ടീസ് അതിനകത്ത് ആ ഗെയിം പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം ശരിക്കും ബസൂക്കയിലേക്ക് മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്ന പറയുമ്പോൾ വോട്ട് എങ്ങനെയായിരുന്നു അത്? വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ആ എക്സൈറ്റ്മെന്റ്? ഞാനത് ബസൂക്കയിൽ തന്നെ വിളിച്ചപ്പോൾ എനിക്ക് വളരെ കുറച്ച് 1-2 സീൻസൊക്കെ ഉള്ളു, പക്ഷേ മമ്മൂക്കയുടെ അടുത്തിരിക്കാനും ഒന്ന് കാണാനും വേണ്ടിയിട്ട് മാത്രമാണ്. വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരും ദൂരെ എന്നൊക്കെ കണ്ടിട്ടൊക്കെ ഉള്ളൂ. നമ്മുടെ പ്രേം നസീർ പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് മമ്മൂക്ക വന്നപ്പോഴും നമുക്ക് ദൂരെ കുറേ 1/2 കിലോമീറ്റർ ദൂരെ നിന്നാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ എനിക്ക് അതെൻ്റെ ഭാഗ്യം എന്നുള്ള രീതിയിലാണ് വീട്ടുകാർ പറയാനുണ്ടോ. അവരെങ്ങനെ വീട്ടുകാർ ഫിലിംസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണോ?
അല്ല, അവർ മുമ്പ് അങ്ങനെ തിയേറ്ററിൽ പോയി കാണാത്ത ആൾക്കാരാണ്, ഇടയ്ക്കൊക്കെ പോയി കാണാറുള്ളൂ. പക്ഷെ ഇപ്പം ഇറങ്ങുന്ന സിനിമകളൊക്കെ അല്ല ജോമോന്റെ ഫിലിംസ് ഒക്കെ തിയേറ്ററിൽ പോയി കാണാം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണാറുണ്ട്. ആരാണ് ഫാമിലിയിൽ ഏറ്റവും ക്രിട്ടിക് ആരാണ്? എനിക്ക് അവള് പടങ്ങള് കറക്റ്റ് റിവ്യൂ ഒക്കെ പറയും, കണ്ടിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കറക്റ്റ് റിവ്യൂ പറയും. വാഴയൊക്കെ കണ്ടിട്ട് അവള് പറഞ്ഞു അടിപൊളി പടം, ഗുരുവായൂരമ്പലം കണ്ടിട്ടും പറഞ്ഞു നല്ല പടമാണുള്ളത്. മോശം അഭിപ്രായങ്ങൾ പറഞ്ഞ പടങ്ങളും ഉണ്ട്. അമ്മയും അച്ഛനൊക്കെ അവര് അഫ്കോഴ്സ് പ്രൗഡായിട്ട് അവര് എല്ലാ സിനിമയും അവർ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. രോമാഞ്ചത്തിലേക്ക് വരുമ്പോൾ ഞാനിപ്പോ കാത്തിരിക്കുന്ന ഒരു കാര്യം രോമാഞ്ചം 2. ഞങ്ങൾക്ക് ഇനി എന്ന് കാണാൻ പറ്റും? ഞാൻ അതിന്റെ ബാക്കി എന്തായി, പ്രേതം എവിടെ പോയി? ബാക്കി രോമാഞ്ചം 2 എന്തായാലും വരുമല്ലോ, ഉറപ്പായിട്ടും വരും. അത് ജിത്തു ചേട്ടൻ അതല്ല ആ പടത്തിന് വേണ്ടിയിട്ടല്ല, വേറെ 1-2 പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ആ പടത്തിലോട്ടൊക്കെ ഇരിക്കുമായിരിക്കും. ഓജോ ബോർഡ് പരിപാടിയൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രേത കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും റിയൽ എക്സ്പീരിയൻസ് ജോമൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഞാൻ കളിച്ചു നോക്കിയിട്ടൊന്നും എനിക്ക് ഇങ്ങനെ വന്നിട്ടൊന്നുമില്ല. എനിക്ക് പ്രേതങ്ങളോട് വെറുപ്പാണ്. സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ജിത്തു ചേട്ടൻ നമ്മളെല്ലാവരും കൂടെ ഓജോ ബോർഡ് കളിച്ചായിരുന്നു. ഇരുട്ട് മുറിയിൽ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കളിച്ചിട്ട് അന്നൊന്നും അത് അനങ്ങിയിട്ട് പോലും ഇല്ല. കാരണം ഇത് സിനിമയിൽ നമുക്ക്, പക്ഷെ അത് വർക്കായ ഒരുപാട് പേരുണ്ട്. ചിലവർക്ക് പനിയായിട്ട് കിടന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആ സെറ്റിലല്ല, ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യൂലേ. അപ്പൊ ഇത് കളിക്കുന്ന സമയത്ത് പനി വന്ന ആൾക്കാരുണ്ട്, പിന്നെ വെളിയിൽ പട്ടി കുറയിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായ ആൾക്കാരുണ്ട്. പിന്നെ എല്ലാവർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവില്ല. എനിക്ക് എന്തായാലും അത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. എനിക്ക് കളിക്കാൻ പേടിയാണ് മൊത്തം. ഞാൻ ഒറ്റയ്ക്കൊന്നും ഇരുന്ന് കളിക്കൊന്നുമില്ല. ഇവരിത് എടുക്കുന്ന സമയത്തൊക്കെ ശരിക്കും പിന്നെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പേടി ഫീലിങ്സ് ഒന്നും വരില്ലായിരുന്നു അല്ലേ? പക്ഷെ അതിനകത്ത് കുറച്ച് സീൻസ് കഴിഞ്ഞതിന് ശേഷം ആ ഫിലിമിന്റെ ത്രൂ ഔട്ട് നിന്ന് കണ്ട ഒരാളാണ്. അപ്പൊ ഈ നിന്ന് കാണുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ അനാമിക കേൾക്കണ്ട, ഈ അനാമികനെ മറ്റേ ആ വീട്ടില് ഹരിശ്രേഷകരാണ് റെയിൽവേ പാളത്തിന്റെ അവിടെ കാണിച്ചു കൊടുക്കുന്ന സീനൊക്കെ, ഇതൊക്കെ ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ക്ലിക്ക് ആവും എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അത് കാരണം അത് തീർച്ചയായിട്ടും നമുക്ക് ഓരോ സീനുകൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ചിരിയായിരുന്നു. കാരണം ആ സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്ക് ആർക്കാരും ചിരി വരില്ല. പിന്നെ സജിൻഗോപു അവിടെ പേടിക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. ആ ക്യാരക്ടറിന് സജിൻഗോപിലാണ് നിൽക്കുന്നത്. സജിൻഗോപു അവിടെ പേടിക്കുമ്പോഴത്തേക്കും നോർമലി ആൾക്കാർ പൊട്ടിച്ചിരിക്കും. തിയേറ്ററിലൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച 2 ഇരട്ടി ചിരി രോമാഞ്ചത്തിന് തിയേറ്ററിൽ കിട്ടി. പിന്നെ ഞാനും ആ സീനാണ്, എനിക്കത് സഹിക്കാൻ പറ്റുന്നത്. കാരണം പുള്ളിയാണല്ലോ അവിടെ മസിൽ പിടിച്ചത്. ഇതൊന്നും പുള്ളി ഓടുന്ന ഓട്ടത്തിലാണ്. ഞാൻ ആക്ച്വലി ജോമോന് ആണ് വരുന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഒരു കാഷ്വൽ ടോക്ക്. ഓക്കെ, ഞാൻ അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ചോദിച്ച് നിർത്തട്ടെ, ഏതാണ് ഇനി അപ്കമിങ് ഫിലിംസ് ഒക്കെ? ഏതാണ്? അത് വിപിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിം അല്ലേ? ആരുടെ ഡയറക്ടർ ആരാണ്? ഡയറക്ടർ വന്നിട്ട് വിപിൻ എസ്, നമ്മുടെ വിപിൻ ചേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്. എന്നെ ആദ്യമായിട്ട് എനിക്കൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരുന്നതും എനിക്ക് 2000 രൂപ തന്ന ഒരു ഡയറക്ടറാണ് വിപിൻ എസ് എന്ന് പറയുന്നത്. പുള്ളിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി അപ്കമിങ് ആയിട്ട് വരുന്നത്. അവിടെ വെച്ചിട്ടിങ്ങനെ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒരു ക്ലൂ തന്നിരുന്നു. ഇതാണ് ബുക്ക് ഓഫ് വിടമാട്ടെ. ഇതിൽ ഓരോ വരുന്ന സെലിബ്രിറ്റി നെക്സ്റ്റ് ഗസ്റ്റിനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ എസ്റ്ററാണ് എഴുതിയിരിക്കുന്നത്, വാട്ട് മേക്സ് യു യുണീക്ക്. അതാണ് അതിന് ഒരു ഉത്തരം അടുത്തൊരു ഗസ്റ്റിനുള്ള ചോദ്യവും. ഈ ആക്ച്വലി സീരിയസ് ആയിട്ട് പോകണമെന്നൊന്നുമല്ല, എങ്ങനെ വേണമെങ്കിലും പോവാം. മീൻസ് ഇത് അങ്ങനെ ഇൻ്റലക്ച്വൽ പരിപാടിയൊന്നുമല്ല, എങ്ങനെ ഇഷ്ടമുള്ളത് എഴുതിക്കോ. എൻ്റെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു സെഗ്മെൻ്റായത്. ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യൻ എഴുതി, അടുത്ത ആൾക്കുള്ള ക്വസ്റ്റ്യൻ പിടിച്ചത്. ഒരു സിനിമ എഴുതുക, എന്തോ കഥ. ഇതൊന്ന് സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ നമുക്ക്? താങ്ക് യു സോ മച്ച് ഫോർ ഞാൻ ഇനി എന്താണെങ്കിലും കമന്റ് വെയിറ്റ് ചെയ്തിരിക്കും. ജോമോൻ പറഞ്ഞു ഞാനും അങ്ങനെ മില്യൺ ഫോളോവേഴ്സ് ഒക്കെ അടിച്ചായിരിക്കും നമ്മൾ. ഹാഷിറ അന്ന് അവൻ ഡെയിലി വീഡിയോ ഇടുമായിരുന്നു. ഡെയിലി എന്നും വീഡിയോ ഇട്ടിട്ട് 3000 ഫോളോവറേ ഉണ്ടായിരുന്നു. ഞാൻ അവനൊരു പ്രചോദനം കൊടുത്തതാ. അങ്ങനെ പറഞ്ഞോണ്ടെന്നല്ല, അവന് കഴിവുള്ളതുകൊണ്ടോ അവരുടെ ഫ്രണ്ട്സ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത ഫിലിമിന്റെ എന്തായാലും പ്രൊമോഷന്റെ സമയത്ത് ഇന്റർവ്യൂല് കാണാം. താങ്ക് യു ഫോർ ബീങ് ഓൺ ഞാൻ വിടമാട്ടെ. താങ്ക് യു.